ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഘട്ടം ഘട്ടമായി സഭയെ ചതിക്കാൻ. ജൂൺ 19 ഒരു വൈദിക യോഗം വിളിച്ചുകൂട്ടപ്പെട്ടിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. ഞാൻ ബലമായി സംശയിക്കുന്നത് അത് ഘട്ടം ഘട്ടമായി സഭയെ വഞ്ചിക്കാനും നശിപ്പിക്കാനുമുള്ള സമ്മേളനമാണ് എന്നാണ്. അച്ഛൻ എന്താ ഇങ്ങനെ മുൻവിധിയോടെ സംസാരിക്കുന്നത്? ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ലല്ലോ, ആ വൈദിക യോഗം കഴിയട്ടെ, എന്നിട്ട് വേണ്ടേ ഇതേക്കുറിച്ചൊരു വിധി പ്രസ്താവിക്കാൻ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കങ്ങനെ ചോദിക്കാം. ഞാൻ പക്ഷെ പറയുന്നത് വർഷങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ അല്ലെങ്കിൽ സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. എന്തായിരിക്കും പുറമേക്ക് പറയുന്ന ന്യായങ്ങൾ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ജൂൺ 19 ഒരു വൈദിക യോഗം വിളിച്ചിരിക്കുന്നു. ഇതാണ് പുറത്തേക്ക് പറയുന്നത്. പക്ഷെ അവിടെ നടക്കാൻ പോകുന്നത് ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. ഞാൻ പിന്നെയും പറയണു, മീറ്റിംഗ് നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. മുൻവിധിയോടെ പറയുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ മുൻകൂട്ടി അറിയിക്കുകയാണ്. എന്തിനാണ് മുൻകൂട്ടി അറിയിക്കുന്നത്? ആർക്കെങ്കിലും ഈ സീറോ മലബാർ സഭയുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് സഭാ നേതൃത്വത്തിലുള്ളവർക്കാണ്, അവർക്ക് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു പൂർവ ജ്ഞാനം അതേക്കുറിച്ച് നൽകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആയിട്ട് കണ്ടാൽ മതി. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു എന്നായിരിക്കും ഈ യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം. 1. ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കണമെങ്കിൽ വൈദികർ ആവശ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ കൂരിയായെ മാറ്റണം. ഇപ്പോഴത്തെ കൂരിയായെ മാറ്റിയാൽ ഞങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാം. അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയുന്ന വിമത വൈദികരുടെ വ്യവസ്ഥയാണ്. മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം വരുമോ? ഉണ്ടാകില്ല. ഏകീകൃത കുർബാന നടപ്പാകുമോ? ഇല്ല. അതിനാൽ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ച് ഇപ്പോഴത്തെ കൂരിയായെ മാറ്റുക. അപ്പോൾ ഞങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാം. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് വരുത്തി തീർക്കും. രണ്ടാമത്, ഈ കൂരിയായെ മാറ്റിയാൽ പള്ളികളിൽ ഒരു കുർബാന ഏകീകൃത കുർബാനയും ബാക്കിയെല്ലാം ജനാഭിമുഖ കുർബാനയുമായിരിക്കും. കൂരിയായെ മാറ്റിയാൽ പള്ളിയിൽ ഒരു കുർബാന ഏകീകൃത കുർബാനയും ബാക്കി ജനാഭിമുഖ കുർബാനയും ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഏകീകൃത കുർബാനയെക്കുറിച്ച് ദൈവജനത്തെ പഠിപ്പിക്കുന്നത് വരെ അങ്ങനെ കൊടുക്കാം, മതബോധന ലക്ഷ്യത്തോടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാർപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാണ് ദൈവജനം ഇത് പഠിച്ചു തീരുക എന്ന് ഉറപ്പില്ലാത്തതിനാൽ ജനാഭിമുഖ കുർബാന എന്ന് വരെ എന്ന് നിശ്ചയിക്കാൻ ഇപ്പം കഴിയില്ല. പഠിച്ചു തീരുമ്പോൾ ഞങ്ങൾ മാറ്റുമായിരിക്കാം. ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്തായിരിക്കും ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. ഘട്ടം ഘട്ടമായി കുർബാന ഏകീകൃത കുർബാന നടപ്പാക്കുക എന്ന പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുക എന്ന പേരിൽ, പുറത്തേക്കാത്ത പേരിൽ ഇപ്പോഴത്തെ കൂരിയായി മാറ്റണം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം, ഒരുപക്ഷെ ഒരേ ഒരു ലക്ഷ്യം. പിന്നെ ഒരു കുർബാന ഏകീകൃത കുർബാനയും മറ്റെല്ലാം ഇല്ലിസിറ്റ് കുർബാനയും എന്ന സമവായം ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് പോലെ തൽക്കാലത്തേക്ക് നടപ്പാക്കുക. ഒരു കുർബാന ഏകീകൃത കുർബാനയും മറ്റെല്ലാം ഇല്ലിസിറ്റ് കുർബാനയും ജനാഭിമുഖ കുർബാനയും ചൊല്ലി അത് തന്നെ ഞങ്ങളുടെ രൂപതയിൽ ഇതാണ് പതിവ് എന്നുള്ള മറ്റൊരു ലിറ്റർജിക്കൽ വേരിയന്റ് അവർ ആവശ്യപ്പെട്ടിരുന്ന അത് നമ്മൾ നടപ്പാക്കുക. കൂരിയായി മാറ്റുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കൂരിയായി തിരികെ കയറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചൊല്ലാമെന്നേറ്റ ഏകീകൃത കുർബാനയും ചൊല്ലാതിരിക്കുക, അതും ഇല്ലിസിറ്റ് കുർബാനയായ ജനാഭിമുഖ കുർബാന ചൊല്ലുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി സീറോ മലബാർ സഭയിൽ വിഭാഗീയത സ്ഥിരമാക്കുകയും
സീറോ മലബാർ സഭയെ കബളിപ്പിച്ച് വഞ്ചിച്ച് നശിപ്പിക്കുകയും ചെയ്യുക. അച്ചോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഒരു ശുഭാപ്തി വിശ്വാസം വേണ്ടേ? ഒരു പ്രത്യാശ വേണ്ടേ? എന്തുകൊണ്ടാണ് ഈ വിമത വൈദികരെ കുറിച്ച് നമുക്ക് പ്രത്യാശിക്കാൻ വകയില്ലാത്തത്? ഈ കുറേ രൂപതകളിൽ മുഴുവൻ നേരം കുർബാന മുഴുവൻ ദൈവോന്മുഖമായിരുന്നു. മുഴുവൻ കുർബാനയും ദൈവോന്മുഖം. കുറേ രൂപതകളിൽ മുഴുവനും ജനാഭിമുഖം. അത് മാറ്റി ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ഒരുപാട് നാളത്തെ ചർച്ചയും കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ പറയുന്ന ഏകീകൃത കുർബാന, അതായത് മുഴുവൻ നേരം ദൈവോന്മുഖം ചൊല്ലുന്നവർ അവർ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും ബാക്കിയുള്ളത് ദൈവോന്മുഖമായി ചൊല്ലുക. ഈ മുഴുവൻ നേരവും ജനാഭിമുഖം ചൊല്ലിക്കൊണ്ടിരുന്നവർ വചന ശുശ്രൂഷ കഴിയുമ്പോൾ അനാഫറയ്ക്ക് വേണ്ടി ദൈവോന്മുഖമാവുക. ഇതാണ് ഏകീകൃത കുർബാന. അത് തന്നെ ഒരു സമവായമാണ്. തെക്കൻ രൂപതകളിൽ മുഴുവൻ നേരം ദൈവോന്മുഖവും വടക്കൻ രൂപതകളിൽ മുഴുവൻ നേരം ജനാഭിമുഖമായിരുന്നു. ഈ വടക്കും തെക്കും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയാണ് വചന ശുശ്രൂഷ ജനാഭിമുഖവും അനാഫറ ദൈവോന്മുഖവുമായിട്ട്. അതാണ് ഒരു സമവായ ഫോർമുല. ഈ ഏകീകൃത കുർബാനയാണ് സമവായ ഫോർമുല. എന്നിട്ട് അങ്ങനെ ചെയ്താൽ ചൊല്ലാം എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയോ? എറണാകുളം അങ്കമാലിയിൽ ചൊല്ലിയില്ല. ഇരിങ്ങാലക്കുടയിൽ സാങ്കേതികമായിട്ട് ചൊല്ലിയിട്ടുണ്ട്. തൃശ്ശൂരും സാങ്കേതികമായിട്ട് ചൊല്ലിയിട്ടുണ്ട്. മറ്റു രൂപതകളെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തെക്കൻ രൂപതകളിൽ അവർ മുഴുവൻ നേരം ദൈവോന്മുഖമായിരുന്നവർ ഇപ്പോൾ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ട് ചെയ്യുന്നു. കാര്യം മനസ്സിലായോ? അപ്പം മറ്റെല്ലാവരും അനുസരിച്ചു, എറണാകുളം അങ്കമാലി അതിരൂപത അനുസരിച്ചില്ല. അപ്പോൾ ഇവർ വാക്ക് പാലിച്ചോ? വാക്ക് പാലിച്ചില്ല. ഒരു തെളിവാണ് പറയണേ. ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ചൊല്ലാമെന്നൊക്കെ പറഞ്ഞവരാണ്. പക്ഷെ വാക്ക് പാലിച്ചോ? വാക്ക് പാലിച്ചില്ല. 2, ഈ നരികുളം അച്ഛൻ്റെ കൂടെ കരിയിൽ പിതാവ് മാർപ്പാപ്പയെ പോയി കണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മൊത്തമായി ഒരു ഡിസ്പെൻസേഷൻ നൽകാനായിട്ട് അനുവാദം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്പെൻസേഷൻ കൊടുത്തു. അതായത് എല്ലാവർക്കും ഒഴികഴിവ്, രൂപതയ്ക്ക് മുഴുവൻ ഒഴികഴിവ്. 6 മാസത്തേക്കാണ് ആ ഒഴികഴിവ് കൊടുത്തത്. 6 മാസത്തേക്ക്. 6 മാസം കഴിഞ്ഞാൽ അല്ലേ, അത് മതബോധന ലക്ഷ്യത്തോടെ ജനങ്ങളെ ഏകീകൃത കുർബാന പരിചയപ്പെടുത്താനുള്ള, അതാണ് മതബോധന ലക്ഷ്യം എന്ന് പറയണേ. എന്നിട്ട് ആ 6 മാസം കഴിഞ്ഞപ്പോൾ അവർ ഏകീകൃത കുർബാന ചൊല്ലിയോ? ചൊല്ലിയില്ല. പിന്നെ രൂപതയ്ക്ക് മൊത്തമായി ഡിസ്പെൻസേഷൻ കൊടുക്കാൻ പാടില്ലെന്ന് വത്തിക്കാനിനെ അറിയിച്ചു. അങ്ങനെ അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാൻ ആ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അതേക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ 6 മാസം പിന്നെ അത് ഡിസംബർ വരെ അങ്ങനെയൊക്കെ നീട്ടിയിട്ട് ഈ ഡിസ്പെൻസേഷൻ കൊടുത്തിട്ട് ആ ഡിസ്പെൻസേഷൻ്റെ കാലയളവ് കഴിഞ്ഞപ്പോൾ, ഒഴികഴിവിൻ്റെ കാലയളവ് കഴിഞ്ഞപ്പോൾ അവർ ഏകീകൃത കുർബാന ചൊല്ലിയോ? ചൊല്ലിയില്ല. അപ്പോൾ ഒരു വാക്ക് പാലിച്ചോ? വാക്ക് പാലിച്ചില്ല. പിന്നെ ആലഞ്ചേരി പിതാവിനെ മാറ്റി നിർത്തിയാൽ ഏകീകൃത കുർബാന ചൊല്ലാമെന്നായി. ആലഞ്ചേരി പിതാവിനെ മാറ്റി നിർത്തിയാൽ എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാന ചൊല്ലുമെന്ന് ചിലരെല്ലാം വത്തിക്കാനെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ആലഞ്ചേരി പിതാവിനെ മാറ്റി. ഇവർ ഏകീകൃത കുർബാന ചൊല്ലിയോ? കുർബാന ചൊല്ലിയില്ല. അവർ നിഗൂഢ ഉദ്ദേശം ഉണ്ടായിരുന്നില്ലേ? അതിനകത്ത് ഉണ്ടായിരുന്നു. അവരുടെ നിഗൂഢ ഉദ്ദേശം സത്യത്തിൽ പറഞ്ഞ വിജയിച്ച് നിൽക്കുകയാണ്. ആലഞ്ചേരി പിതാവ് ഉള്ള സമയത്ത് ചുരുങ്ങിയ പക്ഷം സഭയെക്കുറിച്ച് ബോധമുള്ള, സഭയോട് കൂറുള്ള, സഭാ ചരിത്രം അറിയാവുന്ന, സഭയുടെ ലിറ്റർജി അറിയാവുന്ന ഒരാളെങ്കിലും തലപ്പത്തുണ്ടായിരുന്നു. ഇപ്പോഴോ? അപ്പൊ ഗൂഢ ഉദ്ദേശം നിറവേറി. വിമത വൈദികർ ഒരു നിലയ്ക്ക് ജയിച്ചു നിൽക്കുക തന്നെയാണ്. ഭൗതികമായി നോക്കിയാൽ അവർ ജയിച്ചു നിൽക്കുകയാണ്. അൽമായ മുന്നേറ്റക്കാരും ജയിച്ചു നിൽക്കുകയാണ് ഭൗതികമായി നോക്കിയാൽ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ. ഇപ്പൊ പറയണു കൂരിയായ മാറ്റിയാൽ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന്. ഇപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ സഭാ തലപ്പത്തുള്ള 2 പേരും തയ്യാറാണ്. എന്നാൽ കൂരിയായി മാറ്റിയാൽ അവർ ഏകീകൃത കുർബാന ചൊല്ലുവോ? ഇല്ല എന്ന് തട്ടിൽ പിതാവിന് അറിയാം, പാമ്പളാനി പിതാവിന് അറിയാം. എനിക്ക് തോന്നുന്നു സീറോ മലബാർ സഭയിൽ സകല മെത്രാന്മാർക്കും അറിയാം. ഒരുപക്ഷെ കേരളത്തിലെ ലത്തീൻ മെത്രാന്മാർക്കും സീറോ മലങ്കര സഭയിലെ മെത്രാന്മാർക്കും ഓർത്തഡോക്സ് മെത്രാന്മാർക്കും യാക്കോബായ മെത്രാന്മാർക്കും ഒക്കെ അറിയാമെന്നാണ് എൻ്റെ വിചാരം. എന്നാലും ഘട്ടം ഘട്ടമായി സഭയെ നശിപ്പിക്കാൻ സഭാ നേതൃത്വം വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും അനുവദിക്കും. അതാണ് ഇത്രയും നാൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 89-ാം സങ്കീർത്തനത്തിലെ ചില വചനങ്ങളാണ്. 38 മുതൽ 41 വരെ. പിന്നെ 50-ാം വാക്യം കൂടി ഞാൻ പറയുകയാണ്. ഈ 89-ാം സങ്കീർത്തനം ഒരു സങ്കടം കൂടിയാണ്, ദൈവത്തിന് മുമ്പിൽ സങ്കടം. ആ സങ്കടത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങ് അവനെ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും
അങ്ങയുടെ അഭിഷക്തനോട് കോപിക്കുകയും ചെയ്തു. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി അങ്ങ് വെറുത്തു കളഞ്ഞു. അവന്റെ കിരീടത്തെ നിലത്തെറിഞ്ഞ് അശുദ്ധമാക്കിയിരിക്കുന്നു. അങ്ങ് അവനെ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും അങ്ങയുടെ അഭിഷക്തനോട് കോപിക്കുകയും ചെയ്തു. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി അങ്ങ് വെറുത്തു കളഞ്ഞു. അവന്റെ കിരീടത്തെ നിലത്തെറിഞ്ഞ് അശുദ്ധമാക്കിയിരിക്കുന്നു. അങ്ങ് അവന്റെ വേലിയെല്ലാം പൊളിച്ചു. അവന്റെ കോട്ടകളെല്ലാം ഇടിച്ച് നിരത്തി. വഴിയെ പോകുന്നവരെല്ലാം അവനെ കൊള്ളയടിക്കുന്നു. തൻ്റെ അയൽക്കാർക്കും അവൻ നിന്നയായി തീർന്നിരിക്കുന്നു. അങ്ങ് അവന്റെ വേലിയെല്ലാം പൊളിച്ചു. അവന്റെ കോട്ടകളെല്ലാം ഇടിച്ച് നിരത്തി. വഴിയെ പോകുന്നവരെല്ലാം അവനെ കൊള്ളയടിക്കുന്നു. തൻ്റെ അയൽക്കാർക്കും അവൻ നിന്നയായി തീർന്നിരിക്കുന്നു. നമുക്ക് കർത്താവിന് മുമ്പിൽ അവസാനത്തെ 50-ാമത്തെ വാക്യം പ്രാർത്ഥനയായിട്ട് ചൊല്ലാം. കർത്താവേ, അടിയങ്ങളുടെ നിന്ദനം ഓർക്കണമേ. എൻ്റെ മാരടത്തിൽ ഞാൻ വഹിക്കുന്ന നിന്ന നീ ഓർക്കണമേ. സകല മഹാജനങ്ങളുടെയും പരിഹാസ ശരമാണ് ആ നിന്ന. കർത്താവേ, അടിയങ്ങളുടെ നിന്ന ഓർക്കണമേ. എൻ്റെ മാരടത്തിൽ ഞാൻ വഹിക്കുന്ന നിന്ന ഓർക്കണമേ. സകല മഹാജനതകളുടെയും പരിഹാസ ശരം തന്നെയാണ് ആ നിന്ന. അത് നീ ഓർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ശരണം കർത്താവ് മാത്രം. നമുക്ക് ശരണം കർത്താവ് മാത്രം. തോമാസ് ലീഹായുടെ മധ്യസ്ഥം നമുക്ക് ചോദിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണത്തിന് നമ്മെ ഭരമേൽപ്പിക്കാം. കർത്താവ് തന്നെ നമ്മെ സംരക്ഷിക്കട്ടെ. കാരണം നമ്മുടെ സഭാ നേതൃത്വം നമ്മെ വഞ്ചിച്ചിരിക്കുന്നു, ചതിച്ചിരിക്കുന്നു, കബളിപ്പിച്ചിരിക്കുന്നു. അവർ സഭയെ നശിപ്പിക്കാനായി വിമതരുടെ കയ്യിലും അൽമായ മുന്നേറ്റക്കാരുടെ കയ്യിലും ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.